എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവർ വിവാഹിതരായാൽ സീരിയൽ പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഭവാനിയുടെ ഭർത്താവിനെ കൊന്ന ദേഷ്യത്തിൽ എന്റെ വൈരാഗ്യം തീർക്കാൻ 2.5 വയസ്സുകാരി അഭിരാമിയെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചത് ഒരു ടാക്സി ഡ്രൈവറിന്റെ അടുത്തേക്കാണ്. ഡ്രൈവർ അച്യുതന്റെ കയ്യിൽ ഏൽപ്പിച്ച പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടിയാണ് ഭവാനി കൊടുത്തയച്ചത്. അച്യുതന്റെ കയ്യിൽ കൊല്ലാൻ ഏൽപ്പിച്ച കുട്ടിയെ അച്യുതൻ വളർത്തി വലുതാക്കി. അവൾ വളർന്നു വലുതായ കാര്യം ആർക്കും അറിയില്ല. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവളുടെ മുത്തശ്ശിയെ അവൾ അറിയാതെ തന്നെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു ദിവസം പറയുകയാണ്, കുറച്ച് മധുര പലഹാരങ്ങളുമായിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി ആ വീട്ടിലേക്ക് വരുംതോറും അവൾക്ക് ഈ വീടിനോട് എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആ വീടിനോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. അതിനുശേഷം വന്നിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹമെല്ലാം വാങ്ങുന്നുണ്ട്. അഞ്ജനയ്ക്കാണെങ്കിൽ അവളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അഞ്ജന എന്തോ അനാവശ്യമായിട്ട് ഭൂമിയെ പറഞ്ഞപ്പോൾ ഭൂമി ചെകിടത്ത് നല്ലൊരു അടി തന്നെ കൊടുക്കുന്നുണ്ട്. അച്യുതനാണെങ്കിൽ ഭവാനിയെ കാണുമ്പോൾ തന്നെ ഒളിച്ചോടുന്നുണ്ട്. ഭവാനി എവിടെയാ കുട്ടി എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അതിനൊരു മറുപടി നൽകാൻ അച്യുതന് മറുപടി നൽകാൻ ഇല്ല. അത് കാരണത്താലാണ് അച്യുതൻ ഒളിച്ചോടി നടക്കുന്നത്. നമ്മുടെ അജയ് ആണെങ്കിൽ വലിയമ്മാവന് വാക്ക് കൊടുക്കുന്നുണ്ട്. അമ്മാവന്റെ ഭാര്യയെയും അഭിരാമിയെയും കണ്ടെത്തി കൊടുക്കുമെന്ന്. അഭിരാമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിനെ കണ്ടെത്തി കൊടുക്കാമെന്നാണ് പറയുന്നത്. വലിയമ്മാവൻ അജയോട് പറയുന്നു, ഇപ്പോൾ എൻ്റെ മകൾ ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന്. അതിനുശേഷം ഭൂമി ഒരു റൂമിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുവാണ്. അത് ഈ ഭൂമി തന്നെയാണ്. പക്ഷെ അത് അവൾക്ക് അറിയാനേ പറ്റുന്നില്ല. അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ പരമ്പരാഗതമായ ഒരു മാല അഭിരാമിക്ക് അണിയിച്ചു കൊടുത്തിരുന്നു എന്ന്. പക്ഷെ പ്രൊമോയിൽ കാണിക്കുമ്പോൾ അത് ഭൂമിയുടെ കഴുത്തിലും ആ സെയിം മാല തന്നെ കിടപ്പുണ്ട്. ഈ മാല വഴി തന്നെ മുത്തശ്ശി ഭൂമിജയാണ് യഥാർത്ഥ അഭിരാമി എന്ന് തിരിച്ചറിയുമെന്നും അറിയില്ല. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ തന്നെ കാണാം. ഇനി പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഭവാനി തന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്യുതൻ ഒട്ടും പിടികൊടുക്കാതെ മാറി നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.